ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാമെന്ന് മറ്റൊന്നല്ല, നമ്മളിന്ന് ഈ കാണുന്ന വാട്ടർ ടാപ്പ് എങ്ങനെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, ഇത് എന്താ വെച്ചാൽ നമ്മൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയി ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പ്ലംബേഴ്സിനൊന്നും കിട്ടില്ല. നമ്മുടെ കയ്യിൽ പൈപ്പ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പൈപ്പ് മാറ്റണമെങ്കിൽ അവരെ വിളിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ടാപ്പ് മാറ്റുന്ന കാര്യം എങ്ങനെയാണെന്ന് നമ്മളൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ടാപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊന്നല്ല, നമ്മുടെ വാട്ടർ ടാങ്ക് ലൈനിൻ്റെ വാൾവ് ആദ്യം അടയ്ക്കണം. നമ്മുടെ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്ന വാൾവ് ഏതാ നോക്കിയിട്ട് ആ വാൾവ് അടയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടാപ്പിൻ്റെ ബാക്കിൽ തന്നെ ഒരു വാൾവ് ഉണ്ടാവും, മിക്കവാറും അധിക സ്ഥലത്ത് ഉണ്ടെങ്കിൽ ആ വാൾവ് ഒന്ന് അടയ്ക്കുക. നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വാൾവ് ഒന്ന് നമ്മൾ അടച്ചു കൊടുക്കുക, വെള്ളത്തിനെ നിർത്തി വെക്കുക. നമ്മൾ ടാപ്പ് അയക്കണമെങ്കിൽ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ടാപ്പൊക്കെ തുറന്ന് വെള്ളം ഒഴിവാക്കുക. അതായത് നമ്മുടെ ടാങ്കിൻ്റെ വാൾവ് അടച്ചു കഴിഞ്ഞാൽ കൂടി പൈപ്പിലൊക്കെ നിൽക്കുന്ന വെള്ളം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒഴിവാക്കുകയാണ്. ഇനി ഈ ടാപ്പ്, ഈ കവറിലിരിക്കുന്ന ടാപ്പാണ് നമ്മളിപ്പോൾ നേരത്തെ ഫസ്റ്റ് കണ്ട ടാപ്പ് മാറ്റാൻ പോകുന്നത്. ആ പഴയ ടാപ്പ് മാറ്റി നമ്മൾ ഈ പുതിയ ടാപ്പാണ് അവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടാപ്പാണ് നമ്മൾ കവർന്ന് എടുത്തിട്ടുണ്ട് ടാപ്പ്. ഈ ടാപ്പ് നമ്മൾ വെറുതെ ടൈറ്റ് ചെയ്താൽ മാത്രം പോരാ. ഈ ടാപ്പ് നമ്മൾ ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇത് ഈ ത്രെഡ് സീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ത്രെഡ് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ത്രെഡ് സീൽ ചുറ്റിയിട്ട് നമ്മൾ ചുറ്റാണ് വേണ്ടത്. ത്രെഡ് വരുന്ന ഭാഗത്ത് എങ്കിൽ കൂടെ ലീക്ക് വരാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ വെള്ളം ഉറ്റി പോകും. ഈ ടാപ്പാണ് ഇത്. നമ്മൾ പുറത്തെടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ പ്ലംബിംഗ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതേപോലത്തെ ടാപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഹാർഡ്വെയർസിലൊക്കെ ഉണ്ടാവും ഇതേപോലത്തെ ടാപ്പ്. ഈ ടാപ്പ് നമ്മൾ ഈ ത്രെഡ് വരുന്ന വശത്തായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് വരുന്ന വശത്ത് നമ്മൾ ഇടത്തോട്ടായിട്ട് ചുറ്റുന്നത്. കാരണം വലത്ത് വശത്തേക്ക് നമ്മൾ ടാപ്പ് ടൈറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഇടത്ത് വശത്തേക്ക് ഒരു ടാപ്പ് ചുറ്റി കൊടുക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ചുറ്റുള്ളൂ. അല്ലെങ്കിൽ പൊളിഞ്ഞു പോരും. നമ്മുടെ ഈ ടാപ്പ് ചുറ്റിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, പൊളിഞ്ഞൊരു ലീക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടാപ്പ് വലത്തോട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇടത്ത് വശത്തേക്ക് നമ്മൾ ടാപ്പ് ചുറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ത്രെഡിൽ കയറി വരും. അല്ലെങ്കിൽ ഒക്കെ ചുരുണ്ട് പോവുകയും ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരില്ല, സീലായി വരില്ല. അപ്പോൾ നമ്മുടെ ഇടത്ത് വശത്തേക്കായിട്ട് ടാപ്പ് ചുറ്റുക, നമ്മുടെ ഈ ത്രെഡ് സീൽ ടാപ്പ് ചുറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചുറ്റുന്നുള്ളത്. നമ്മൾ ടാപ്പിൻ്റെ തല എടുക്കുക, അതേപോലെ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അടിവശത്ത് നിന്ന് നമ്മൾ ചുറ്റി വരിക. കണ്ടോ, ഇതേപോലെ ചുറ്റുക. നിങ്ങൾ ഇടത്ത് വശത്തെ കാര്യം നിങ്ങൾ തിരിച്ചു കൊടുത്താൽ നമ്മുടെ ടാപ്പ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചുറ്റിയാൽ മതി. ഗൈസ്, ഇത് ടൈം ലാപ്സിലൊന്നും നമ്മൾ ഇടുന്നില്ല, കാരണം വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ എത്രത്തോളം നമ്മൾ ടാപ്പ് ചുറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി, കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ടാപ്പ് ഇതിൽ ചുറ്റുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ ചെയ്യും. ഇതിൽ ഒരിക്കലും നമ്മൾ ആ ഹോള് വരുന്നിടത്തേക്കൊന്നും ആവരുത്. ഹോള് വരുന്നത് നമ്മുടെ വെള്ളത്തിന് വരുന്ന തടസ്സം വരും. അതുകൊണ്ട് ഹോള് വരാത്ത രീതിയിൽ, ഹോള് വരുന്നിടത്തൊന്നും ആക്കാതെ നമ്മൾ കറക്റ്റായിട്ട് ചുറ്റി കൊടുക്കുമ്പോൾ ത്രെഡ് സീൽ. അങ്ങനെ നമ്മൾ ഒരു വിധമൊക്കെ ചുറ്റി കഴിഞ്ഞിട്ട് ഏകദേശം ഇത് ഈ ഇത്രയൊക്കെ മതി. ഇനി നമുക്കിത് പൊട്ടിച്ചെടുക്കുക. കൈ കൊണ്ട് വലിച്ചതിനെ പൊട്ടിപ്പോരും. നമ്മളത് അത്ര ഉറപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് കയ്യോ വെച്ചിട്ട് ഇതേപോലെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ത്രെഡിലേക്ക് ഇറങ്ങിയിരിക്കും നമ്മുടെ ത്രെഡ് സീൽ. ത്രെഡ് സീലിന് അതിന് പറയാം കറക്റ്റായിട്ട്. ത്രെഡ് സീൽ നമ്മുടെ ടാപ്പ് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കും. കണ്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ത്രെഡ് കറക്റ്റായി കാണുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കൈ വെച്ച് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കറക്റ്റ് ഒന്ന് സീറ്റിംഗ് ആയിരിക്കും. ഇനി നമ്മുടെ പഴയ പൈപ്പ് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കുകയാണ്. നമ്മൾ കേടായ പൈപ്പാണിത്. അങ്ങനെ കേടായ പൈപ്പ് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ത്രെഡ് സീലിന് കുറച്ച് പീസൊക്കെ കയ്യിലുണ്ടാവും, പഴയ ത്രെഡ് സീലിന്. അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുമെന്ന്. ജസ്റ്റ് നന്നായി കൈ കൊണ്ട് ആക്കിയാൽ ക്ലീനായി കിട്ടും. ഇനി നമ്മുടെ ടാപ്പ്, നമ്മൾ നേരത്തെ എടുത്ത് ചുറ്റി വെച്ച ടാപ്പ്, നമ്മുടെ ത്രെഡ് സീൽ ചുറ്റി വെച്ച നമ്മുടെ പുതിയ ടാപ്പ് നമ്മൾ ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എങ്ങനെയാണോ ടാപ്പ് ഇരിക്കേണ്ടത് അതേ പൊസിഷനിൽ വെക്കുക. ടാപ്പിന് അതേപോലെ വെക്കുക, സെൻറ്ററായിട്ട് വെക്കുക. എനിക്ക് ഇങ്ങനെയാണ് ഇരിക്കേണ്ട ടാപ്പ്, അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ സെൻറ്ററാക്കി വെച്ചതിന് ശേഷം ടാപ്പ് ത്രെഡ് കറക്റ്റാക്കി വെച്ചിരിക്കുക. ക്രോസ് ത്രെഡ് ഒന്നും കയറരുത്. ക്രോസ് ത്രെഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ടാപ്പ് ലീക്ക് ചെയ്യാൻ, ടാപ്പിൻ്റെ ത്രെഡ് കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് മെല്ലെ നിങ്ങൾ തിരിച്ച് ടൈറ്റ് ചെയ്യുക. കൂടുതൽ തിരക്കൊന്നും കൂട്ടാതെ മെല്ലെ തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയോ ടാപ്പ് ഇരിക്കേണ്ടത് അതേ പൊസിഷനിലാണ് നമ്മൾ വെച്ച് ടാപ്പ് ടൈറ്റ് ചെയ്യേണ്ടത്. എന്നാലേ കറക്റ്റ് ത്രെഡ് കറക്റ്റായി കയറുള്ളൂ. അങ്ങനെ നമ്മൾ ടാപ്പ് ഇപ്പോൾ കറക്റ്റ് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ടൈറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്ത ടാപ്പ് ടൈറ്റ് ചെയ്യുക അതേ പൊസിഷനിൽ വന്നിട്ട് ടാപ്പ് ടൈറ്റ് ആവുക ചെയ്യാം. അപ്പോൾ നമ്മൾ ടാപ്പ് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലീക്ക് ഉണ്ടോ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ വാൾവ് ഒന്ന് തുറക്കുകയാണ്. നമ്മൾ വാൾവ് തുറന്നപ്പോഴൊന്നും ലീക്കൊന്നും കാണിക്കുന്നില്ല. ടാപ്പിൻ്റെ ത്രെഡ് കൂടി ഒന്നും ലീക്ക് കാണിക്കില്ല. നമുക്ക് ഇനി ടാപ്പ് തുറന്നിട്ടൊന്ന് നോക്കാം വെള്ളം വരുന്നുണ്ടോ എന്ന്. ഗൈസ്, അങ്ങനെ നമ്മൾ ടാപ്പ് തുറന്ന് ചെക്ക് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. നമ്മൾ സംഭവമൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ്, വേറെ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ചളി വന്ന് മാത്രമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് വെള്ളം കെട്ടി കിടന്നുകൊണ്ട് മാത്രമാണ് ടാപ്പ് കൂടെ വെച്ച് ചളി വന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.